ചെയ്യുന്ന ഒരു പുതിയൊരു ഐഡിയ ആണ്. എല്ലാവരും ഡേ ഇൻ മൈ ലൈഫിൽ അവർ രാവിലെ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് വൈകുന്നേരം കിടന്നുറങ്ങുന്ന സമയം വരെ എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്നത്, അതൊക്കെയാണല്ലോ അവർ വീഡിയോ ആക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു രാത്രിയിൽ, അതായത് ഒരു 6 മണി തൊട്ട് പിറ്റേ ദിവസം 6 മണി വരെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ കുഞ്ഞും കൂടെ ഉണ്ട്, എന്തായാലും ത്രൂ ഔട്ട് ഞാൻ ഉറക്കമല്ല. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം 5:58 ആയിട്ടുണ്ട്. ആറ് മണിയാവാൻ പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. കുഞ്ഞിവിടെ ഉണ്ട്, കിടക്കുന്നു. അതിന് ഞാൻ 5:30 ആയപ്പോഴത്തേക്ക് കുളിപ്പിച്ചു. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ഞാൻ വാച്ച് കെട്ടിക്കൊണ്ടല്ല ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണം, അപ്പോൾ ടൈം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാച്ച് കെട്ടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 59 കറക്റ്റ് 6 ആവുമ്പോൾ കാണിക്കാവേ. പിന്നെന്താണ് ഗൈസ് വിശേഷങ്ങൾ? 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമയം തുടങ്ങി. അപ്പം ഇനി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്കിപ്പോൾ കയ്യിൽ മൈക്കില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഫോൺ വെച്ചേക്കുന്നതിൻ്റെ അവിടെ വരെ കേൾക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനെ കൊണ്ട് വെച്ചു. അതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ഒരു ടോയ് ഉണ്ട്, ഒരു ടൈഗർ. അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ടോയിയെ. അപ്പോൾ അതിങ്ങനെ കളിച്ച് അവൻ തട്ടി അതിനെ താഴെ ഇട്ടപ്പോൾ അതിൻ്റെ കൈ അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പശ, ഫെവിക്വിക്കാന്ന് തോന്നുന്നു, ആ പശ എടുത്ത് അതെല്ലാം തേച്ച് ഒട്ടിക്കാനുള്ള ശ്രമത്തിൽ എൻ്റെ കയ്യിലെല്ലാം പശ വീണിട്ട് ഒരു വിധത്തിൽ എൻ്റെ മോതിരമാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ടൈറ്റാണ്, അതിൻ്റെ കൂടെ ഈ പശയും കൂടെ വീണ് മൊത്തത്തിൽ ഒട്ടിയിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ജ്വല്ലറിയിലെങ്ങാനും കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്തെടുക്കേണ്ടി വരുമെന്ന്. ഞാൻ കുറേ നേരത്തെ എൻ്റെ പരിശ്രമത്തിന് ശേഷമാണ് എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് ഇളക്കി കളയാനെ കൊണ്ട് പറ്റിയത്. അപ്പം നമ്മുടെ മാത്തച്ചാന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ഞാൻ അവനെ അവിടെ കിടത്തി ജസ്റ്റ് ഒന്ന് ടവലിട്ടവനെന്ന് പുതപ്പിച്ച് കാണാൻ തണുപ്പ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിലെന്ന് വിചാരിച്ചിട്ട്. അവനാണ് പുതയ്ക്കുന്നതൊന്നും ഇഷ്ടമേ അല്ല. അവൻ തട്ടി താഴെ ഇടും. ആ വെള്ള തുണിയെല്ലാം അവന് നമ്മൾ എപ്പോഴും ഡൈപ്പേഴ്സ് വെക്കത്തില്ല കേട്ടോ. അപ്പം നമ്മൾ ഡേ ടൈം എല്ലാം അവന് തുണിയാണ് വെക്കുന്നത്. അവനാണെങ്കിൽ എപ്പോഴും മുള്ളിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ തുണി ആവാറുണ്ട്. എന്നാലും പിന്നെ നമ്മൾ റീയൂസബിൾ ഡൈപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ തുണിയും കൂടെ ഉപയോഗിക്കും. അതൊരു 2 മണിക്കൂറൊക്കെ കഷ്ടിച്ച് 2 മണിക്കൂറൊക്കെ ഇരിക്കത്തുള്ളൂ. അതിനു മുമ്പേ അത് ലീക്കാവും. പിന്നെ ഞാൻ തുണിയും കൂടെ അങ്ങ് വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 4 മണിക്കല്ലേ ചായ കുടിക്കുന്നത്, ഇവിടെ 6 മണിക്കാണ് കുടിക്കുന്നത്. അപ്പോൾ ആ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കഴിക്കാനും കാണും. എന്നും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും എനിക്ക് ഏത്തക്കയുണ്ട്. അതിൻ്റെ കൂടെ ചിലപ്പോൾ ബന്നായിരിക്കും, ചിലപ്പോൾ ഇങ്ങനത്തെ വെട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, അതായിരിക്കും. പിന്നെ ചായ, അതാണ്. അപ്പോൾ ഞാൻ കഴിക്കാനെ കൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ അങ്ങോട്ട് ക്യാമറ ഒന്നും കൊണ്ടുപോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും ഇതൊന്നും അത്ര യൂസ്ഡ് അല്ല. അപ്പോൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ റൂമിനകത്ത് തന്നെയാണ് ഫോൺ വെച്ചേക്കുന്നത്. അപ്പം ഫ്രെയിമിലോട്ട് വരാനെ കൊണ്ടൊന്നും അവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും കൊണ്ടുപോകാത്തത്. പിന്നെ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് ഒരു കൊതുക് ആ വഴി പറന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4-5 മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര കൊതുക് വരും. ചില ദിവസങ്ങളിൽ ഭയങ്കര കൊതുക്, ചില ദിവസങ്ങളിൽ വലിയ കൊതുക് ഇല്ല. പിന്നെ ഞാൻ അതിനെ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടു. അപ്പോൾ അതിനെ ഓടിച്ചു വിട്ടിട്ട് അപ്പം കഴിക്കാനായിട്ട് തുടങ്ങി.
എന്താണെന്നറിയത്തില്ല, ഞാൻ എപ്പം കഴിക്കാനിരിക്കുന്നു അപ്പോൾ അവൻ എത്ര ഉറക്കമാണെങ്കിലും അപ്പോഴത്തേക്ക് ഉണരും. എന്താണെന്നറിയില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ എനിക്ക് ഒത്തിരി ആലോചനകൾ വരുന്നത്. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അപ്പോഴാണ് മാത്തുക്കുട്ടി എന്നെ നോക്കുന്നത്. അങ്ങനെ എൻ്റെ ആലോചനയും കഴുപ്പും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഞാൻ ആ പാത്രം കൊണ്ട് വെച്ചിട്ട് വരാം. ആലോചനയുടെ കാര്യത്തിൽ എൻ്റെ മാത്തനും പുറകോട്ടൊന്നും അല്ല കേട്ടോ. അവനും എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. ക്യാമറയെ നോക്കിയിട്ടാണ് എന്തോ അവന് മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ വീഡിയോ എടുക്കുവാണെന്ന്. അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നു. ഞാൻ എപ്പം ക്യാമറ ഓൺ ചെയ്താലും അപ്പോഴത്തേക്ക് അവൻ എന്ത് ആക്ടിവിറ്റി ചെയ്യുവാണോ അതത്രയും നിർത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കി ഒരേപോലെ കിടക്കും. അങ്ങനെ ഞാൻ ആ തുണിയെല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെ ഓരോ പരിപാടികൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇടയ്ക്കാണ് അമ്മ വന്നത്. അമ്മ വന്ന് എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എന്താണെന്നിപ്പം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അതിന് മറുപടി ഞാൻ പറയുന്നുണ്ട്. അപ്പം അമ്മ ഫ്രെയിമിലോട്ടൊന്നും വരത്തില്ല കേട്ടോ. അതിനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ തുണിയെല്ലാം മടക്കി വെച്ചു. ഇനി കൊണ്ടുവന്ന് വയ്ക്കണം. മൈക്കില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേൾക്കാനെ കൊണ്ട്. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഒരു 7 മണി കഴിയുമ്പോൾ ഒരു 7:30 ആകുമ്പോൾ അപ്പുറത്തെ അമ്മയുടെ അപ്പയുടെ മുറി പോകും. അവിടെ കുറച്ച് നേരം ഇരിക്കും. ഒരു 8-8:30 ആകുമ്പോഴത്തേക്കാണ് തിരിച്ചു വരുന്നത്.
അവിടുന്ന് മുറിയിൽ നിന്ന് വന്ന ഉടനെ ഞാൻ കഴിക്കുവാണ് ചെയ്യുന്നത്. നമുക്ക് കഴിക്കാനൊക്കെ ചപ്പാത്തിയും മീൻകറിയും ചായ 6 മണിക്ക് ഉണ്ടാക്കിയ ചായക്കകത്ത് ബാലൻസ് വരുവാണെന്നുണ്ടെങ്കിൽ വെച്ചേക്കും. ഞാൻ ചപ്പാത്തി കഴിക്കുമ്പം അതിൻ്റെ കൂടെ ചായയും കുടിക്കും. അപ്പോൾ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞു. എന്നും ഞാൻ ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത്. ചപ്പാത്തി അല്ലെന്നുണ്ടെങ്കിൽ എന്താണോ രാവിലെ ഉണ്ടാക്കുന്നത് അതായിരിക്കും വൈകുന്നേരം കഴിക്കുന്നത്. ചോറ് കഴിക്കുന്നത് കുറവാണ്. അപ്പം ചപ്പാത്തി കഴിച്ചിട്ട് വന്നിട്ട് അടുത്തായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫുഡ് അതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ബൈബിൾ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കും. കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ടുണ്ട്. കൊതുക് കുറച്ച് ഉണ്ട്, അതുകൊണ്ട് ഞാൻ കൊതുക് വലയും കൂടെ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് കുഞ്ഞിന് മരുന്ന് കൊടുക്കുക. മരുന്നല്ല, വൈറ്റമിൻ D3 ഉണ്ടല്ലോ, അത് കൊടുക്കുകയാണ് എൻ്റെ അടുത്ത പരിപാടി. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് കുഞ്ഞിനെ കിടക്കാനെ കൊണ്ടുള്ളതെല്ലാം സെറ്റാക്കും. കാരണം അതിനകത്താണ് കുഞ്ഞിനെ കിടത്തുന്നത്. അപ്പം കൊതുക് കടിക്കത്തില്ലല്ലോ, നെറ്റുള്ളത് കൊണ്ട് അത് നെറ്റിട്ടിട്ട് അങ്ങ് കിടത്തിയാൽ മതി കുഞ്ഞിനെ. അപ്പം അതുകൊണ്ട് ഞാൻ അവനെ കിടക്കാനെ കൊണ്ടുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ട് കുഞ്ഞിനെ ഉറക്കി അങ്ങോട്ട് കിടത്തണം. നേരത്തെ ഞാൻ ആ വെള്ളം വലിയ ടർക്കി കൂടെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ചൂടായതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും കരഞ്ഞുകൊണ്ട്, ചൂട് കാരണം. അതുകൊണ്ടിപ്പോൾ ഞാൻ അത് വെക്കാണ്ട് നോർമൽ ഒരു ടർക്കി മാത്രം ഇട്ടിട്ട് അതിനകത്താണ് കുഞ്ഞിനെ കിടത്തുന്നത്.
കുറച്ച് നേരം ഫോണൊക്കെ യൂസ് ചെയ്യും. അല്ലേ മാത്ത? അല്ലേ മാത്ത? കുഞ്ഞിനെ ഞാൻ എപ്പോഴും ഇതിനകത്താണ് കേട്ടോ കിടക്കുന്നത്. രാത്രിയിലാണെങ്കിൽ ഞാൻ തന്നെ കൊതുകിൻ്റെ ശല്യം കുറയുമല്ലോ ഇങ്ങനെ വിട്ട്. എന്നവൻ എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കളയും. ചിലപ്പോഴൊക്കെ ഈ നെറ്റ് എടുത്ത് വെക്കും കേട്ടോ. ഈ നെറ്റ് വലിയ നെറ്റാണ്. ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വെക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇങ്ങനെയാണ് ഇങ്ങനെ. കണ്ടോ ഇതിനകത്ത് ഞാൻ ഓരോ കളിപ്പാട്ടങ്ങൾ ഇവനെ കളിക്കാൻ വേണ്ടി കെട്ടിക്കൂട്ടിട്ടേ. ഞാൻ ഇതിനകത്ത് കയറും. ഇതിപ്പം നമ്മൾ വെക്കുന്നില്ല, വലിയ കൊതുകില്ല. പത്തുമണിയായിട്ടും കുഞ്ഞാവ് ഉറങ്ങിയിട്ടില്ല, തക്കുട് ഉറങ്ങിയിട്ടില്ല. അല്ലയോ? ആരായത്? അമ്മയുടെ പൊന്നാന്നോ? അമ്മയുടെ പൊന്നാന്നോ ഇത്? ആരായത്? ആ അമ്മയുടെ പൊന്നാന്നോ? ആണോ? ആണോ? ഇപ്പോഴാണ് കേട്ടോ ഞാൻ കുഞ്ഞിൻ്റെ ഡയപ്പർ മാറാൻ പോകുന്നത്. കാരണം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് വെച്ചതാണ്. അതിപ്പം മാറിയിട്ട് വേറെ വെക്കും. ഇനി മാറുന്നത് ചിലപ്പം രാത്രിയിൽ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ മാറ്റും. അല്ലെന്നുണ്ടെങ്കിൽ 5-5 തേക്കാകുമ്പോഴേ മാറ്റത്തുള്ള. രണ്ട് കൈ കൊണ്ട് വായി വെക്കുകയാണ് മെയിൻ പരിപാടി. ഈ തണുപ്പിനകത്ത് നമ്മൾ ഈ വെള്ളമൊക്കെ ഒരുപാട് നേരം ഉപയോഗിച്ച് വെള്ളത്തിലൊക്കെ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ കൈയും കാലും എല്ലാം ഒരു നല്ല തണുപ്പ് ഇങ്ങനെ ഈ കൈയിലും ഇങ്ങനെ വര പോലൊക്കെ വരത്തില്ലേ, അതുപോലെ പുള്ളിയുടെ കൈ ഫുൾ ടൈം വായിലായതുകൊണ്ട് ഞാൻ പറയുന്നത് നോക്കുകയാണുണ്ട്, നോക്കിച്ചിരിക്കുന്നുണ്ട്. ഫുൾ ടൈം വായില കൈ ഇങ്ങനെ തണുത്ത് ഉറച്ചിരിക്കുക. നമുക്ക് എന്തുവാ ഇത് എപ്പോഴും എടുത്ത് വായി വെക്കുന്ന എൻ്റെ പൊന്നെ? ഇപ്പോൾ എന്തിനാ എപ്പോഴും എടുത്ത് വായി വെക്കുന്ന കയ്യെ തണുത്തിരിക്കുന്ന ചൂടിന്? എന്തുവാ എന്തൊക്കെയോ പറയാൻ വരുന്ന പോലൊക്കെ. നമ്മളിങ്ങനെ പിടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇങ്ങനെ മുറുക്കെ പിടിക്കും. ഇല്ലയോ? ഇല്ലയോ? ചവിട്ടുക അങ്ങനെയാണോ? നാട്ടിലങ്ങനാണ്. എവിടെ പോവാ? ഇത് കമന്ന് വീഴുന്നില്ലയോ? ഇത് കമന്ന് വീഴുന്നില്ലയോ മാത? ഇത് കമന്ന് വീഴുന്നില്ലേടാ? ഇല്ലയോ? ഇല്ലയോ? ഇവിടെ പൊന്ന് കമന്ന് വീഴുന്നു. എന്തൊരു തണുപ്പാ, ഭയങ്കര തണുപ്പ് നിന്റെ കയ്യിൽ.
ഇപ്പം സമയം 10:30 കേട്ടോ, ഇതുവരെ ഉറങ്ങിയിട്ടില്ലേ. എൻ്റെ അയൺ ഗുളിക തിന്നാനായിട്ട് പോയേക്കാണ് കേട്ടോ. കാൽസ്യം അയണും നമ്മൾ 6 മാസം വരെയും കഴിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം എൻ്റെ കാൽസ്യം ഓൾമോസ്റ്റ് തീരാറായി. അയൺ ഇരിപ്പുണ്ട്. അപ്പോൾ അയൺ ഞാനിന്ന് കഴിച്ചു. എല്ലാ ദിവസവും ഒന്നും ഞാൻ കഴിക്കാറില്ല. ഇടവിട്ടൊക്കെ അയൺ അല്ലെങ്കിൽ കാൽസ്യം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാത്രം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കമഴ്ന്ന് വീഴാനായിട്ട്.
യുദ്ധം കഴിയുന്ന മട്ടാണ് അവൻ ഒന്ന് കമിഴ്ന്ന് വീഴുമ്പോഴത്തേക്ക്. ആ ഒരു ക്ഷീണത്തിൽ കുറച്ച് പാലൊക്കെ കുടിച്ച് മാത്തുക്കുട്ടൻ അങ്ങനെ ഉറങ്ങിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ശ്വാസം പിടിച്ചാണ് നിൽക്കുന്നത്. കാരണം ഉറങ്ങാൻ എന്തൊരു താമസം, ഉണരാൻ വളരെ ഈസിയും. അവൻ എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് ഉണ്ടെങ്കിൽ പോലും പെട്ടെന്നാണ് ചാടി എഴുന്നേൽക്കുന്നത്. എന്നിട്ട് ആ ഒരു മൂഡ് ശരിയായിരുന്നുണ്ടെങ്കിൽ അങ്ങ് കരയുകയും ചെയ്യും. മൂഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മൂഡ് ശരിയല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിട്ട് ഭയങ്കര മൂശാട്ടയാണ്. പിന്നെ ഞാനിങ്ങനെ ഉറങ്ങുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ ഉണരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അങ്ങ് ഉറങ്ങുകയും ചെയ്യും. ഉറക്കത്തിൽ നിന്ന് അവൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കേട്ടോ. അധികം ഒന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് എന്തോ ഉറക്കം ശരിയായില്ലെന്ന് തോന്നുന്നു, പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു.
സമയത്താണ് ഞാനൊന്ന് കിടക്കുന്നത്. അവനുമായിട്ടുള്ള യുദ്ധമൊക്കെ കഴിഞ്ഞ് അവനൊന്ന് ഉറക്കത്തിലേക്ക് കയറുമ്പോൾ 12 മണിയാവും. ഇപ്പോൾ കിടക്കുന്ന ആ ഒരു ലൈറ്റ് ഓഫ് ചെയ്യത്തില്ല കേട്ടോ. മറ്റേ ഡിം ലൈറ്റ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ആ ഒരു ലൈറ്റ് തന്നെയാണ് ഇടുന്നത്. അങ്ങനെ ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ മാത്തുക്കുട്ടൻ പാൽ കുടിക്കാൻ വേണ്ടി എഴുന്നേറ്റു. അങ്ങനെ 5:30 ഐഡിയസ്. ഇനിയിപ്പോൾ അവൻ്റെ ഡൈപ്പറൊക്കെ മാറ്റി അവനെ നെറ്റിനകത്തുനിന്ന് എൻ്റെ കൂടെ കിടത്തും രാവിലെ വരെ, ഞാൻ എഴുന്നേൽക്കുന്നതോട് വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. എനിക്കറിയാം കുറേ ഫോൾട്ടുകളുണ്ട്, അതൊക്കെ മാറ്റി ഞാൻ അപ്ഗ്രേഡ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തങ്ങ് കൂടെ കൂടിക്കോ. അപ്പോൾ നന്ദിയുണ്ട്. ബൈ.